ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഷർട്ട് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചുമാണ്. നോർമലി 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോളർ വെക്കുന്നതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചിലോ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. കോളർ വെക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് തന്നെയാണ്. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ചെസ്റ്റ് വിഡ്ത്ത് 9 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അവിടെ 14 ഇഞ്ചാണ്. ഷേപ്പിൻ്റെ ഇറക്കം വരുന്നത് 14 ഇഞ്ച്. അവിടുത്തെ വണ്ണം വരുന്നത് 7.5 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നോർമലി നമ്മൾ എലൈൻ ടോപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ, ചരിച്ച് അതുപോലെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരികു വശം തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 3 ഇഞ്ചിൽ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്ത് ഒരു നൈസായ ഒരു ഷൈനിങ് ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് മാർക്ക് ചെയ്തത് കറക്റ്റ് കാണുന്നില്ല, ചോക്ക് പറ്റാത്ത പോലെ. നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾക്ക് മെയിൻ ക്ലോത്തിൽ, അതായത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് മുൻപേ ലെവലല്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കറക്റ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്, യോക്കിൻ്റെ അവിടെ വരുന്നത് 15 ഇഞ്ച്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ലൈനിങ് ക്ലോത്തില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അളവ് അതായത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അളന്നിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട്. 15 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, 15 ഇഞ്ച് നീളത്തിൽ. ഇനി നമ്മൾക്ക് ബാക്കും ഫ്രണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 3.25 ഇഞ്ചോ 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ, അതായത് നമ്മൾ കഴുത്ത് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും കോളർ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു 3/4 ഇഞ്ചിൽ നമുക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം. എന്നിട്ട് അതും റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതായത് 10 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവും ഉള്ളൊരു തുണി എടുത്തിട്ട് ആ തുണി നമ്മൾ ക്യാൻവാസിൽ വെച്ച് പിടിപ്പിക്കുക. അതായത് 10 ഇഞ്ച് വീതിയും 13 ഇഞ്ച് ലെങ്ത്തിലുമാണ് അത് എടുത്തു കൊടുക്കേണ്ടത്. എന്നിട്ട് ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് നെക്കും ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടാപ്പിൽ ഒരു 8.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം, ചെരിച്ച് പിടിച്ചിട്ട്. പിന്നെ നമ്മളൊരു നെക്കിൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ആ ഭാഗത്തൊരു 1/4 ഇഞ്ച് ഷേപ്പിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നെക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള താഴെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ക്ലോത്തിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കൊടുക്കാം, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കത് അതിൻ്റെ അറ്റം എന്താണ് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അടിഭാഗത്ത് നല്ല തുണീൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്തും അതിൻ്റെ മുകളിലായിട്ട് ഇപ്പം നമ്മൾ ക്യാൻവാസിൽ ചെയ്തെടുത്തില്ലേ ആ പീസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയറിലല്ല, നമ്മൾ ഏത് ഷേപ്പിലാണോ വരച്ചു കൊടുത്തത് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിലൂടെ ഒരു കട്ട് കൊടുക്കാം. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ കട്ട് കൂടി കൊടുത്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഈ ക്യാൻവാസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കിട്ടും, ഉൾവശത്തായിട്ട് കിട്ടും. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്ക് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് ക്ലോത്ത് എന്താണ് മോശം വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് എന്താണ് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളറിനായിട്ടുള്ള ക്യാൻവാസ് കട്ട് ചെയ്യണ്ടേ, അത് ഒന്ന് അളന്നെടുക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ 2-3 പ്രാവശ്യം അളന്ന് നോക്കാം എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. എനിക്കിവിടെ 8.5 കേട്ടോ കിട്ടുന്നത്. അപ്പം ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കാം. ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം. അതിൻ്റെ നീളം 8.5. അപ്പം ഒരു 1-2 ഇഞ്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ബാക്കി വന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എനിക്ക് വേണ്ട നീളം 8.5. ഞാനിവിടെ ഒരു 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് നീളം. എന്നിട്ട് നമ്മൾക്ക് വേണ്ട നീളം മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചരിച്ച് ഒരു ലൈൻ കൊടുക്കാം. ചരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ ആ താഴെ ഭാഗത്ത് നിന്നൊരു 4.25 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ ചരിച്ചൊരു ലൈൻ വരച്ചില്ലേ, അവിടെ നിന്ന് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത് വീഡിയോ എടുത്തത് കുറച്ച് കാണാത്ത പോലെയുണ്ട്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കറക്റ്റ് അളന്ന് നോക്കുമ്പോൾ 8.5 ഇഞ്ചിൽ നമുക്ക് എൻ്റെ അളവ് 8.5 ഇഞ്ചാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടതൊന്ന് വരച്ചതാ ഇതുപോലെ കോളറിൻ്റെ ഷേപ്പിലാക്കി ഇതുപോലെ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 8.5 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം.
2 പീസ് ക്ലോത്താണ് വേണ്ടത്. ഒരു പീസിൽ ഈ നമ്മൾ കട്ട് ചെയ്ത കോളർ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ മറ്റൊരു ക്ലോത്തും കൂടി വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതുപോലെ പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ, അപ്പം ഇതിനും ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ അവിടെയും നോട്ട്സ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ച വശത്തല്ല, മറ്റേ വശത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഒരു 1/4 ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത്രയും തന്നെ തുണി മാത്രം നമ്മൾ വെച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കോളർ കിട്ടില്ല. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കോളറിൻ്റെ അറ്റം ഒന്നിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. കോളർ വെച്ച് ഇതുപോലെ കോളറിൻ്റെ അറ്റം വശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ടോട്ടൽ ലെങ്ത്ത് 9.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. താഴെ ഭാഗത്തൊരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കാം. ചെറിയ പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ 3 ഇഞ്ചാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ സ്ലീവിൻ്റെ വീതിയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. താഴെ ഭാഗത്തും അതേപോലെ തന്നെ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റിൻ്റെ അവിടെയും കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കാം. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ ഭാഗത്ത് വെക്കാനുള്ളത് 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്ത്, 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് സ്ലീവ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വെക്കാനുള്ള പീസാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ താഴെ വെച്ചിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ചെയ്തെടുക്കാനുള്ളത് വേസ്റ്റിൻ്റെ അവിടെ വരുന്ന വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ചെറിയ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, സെൻറ്ററിൽ മാത്രം കൊടുക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ 15 ഇഞ്ച് യോക്ക് പോർഷൻ ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ വീതി വരുന്നത് വീതി എടുത്തു കൊടുക്കേണ്ടത് നമ്മൾ യോക്ക് പോർഷൻ്റെ വീതി ഉണ്ടല്ലോ അതിൻ്റെ ഡബിളായിട്ടാണ് എടുത്തു കൊടുക്കേണ്ടത്. നമ്മൾ യോക്കിനെടുത്ത ക്ലോത്തിൻ്റെ ഡബിളായിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ എടുക്കേണ്ടത്. ഇതുപോലെ സെൻട്രലായിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ചെറിയ ചെറിയ പ്ലേറ്റ്. പിന്നെ സ്ലീവും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.